السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ. നമ്മൾ കഴിഞ്ഞ ദിവസം കവർ ചെയ്തത് 89ാമത്തെ ആയത്ത് വരെയാണ് അല്ലേ. കുറേ ലെസൺസ് ഉള്ള ആയത്തുകളായിരുന്നു. സുബ്ഹാനല്ലാഹ്. മെയിനായിട്ട് അഹങ്കാരത്തിൻ്റെ ദോഷങ്ങൾ അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സന്ദേശം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൂതന്മാർ ബനി ഇസ്രായേലിലേക്ക് വന്നപ്പം അവർ കാണിച്ച അഹങ്കാരത്തിനെ കുറിച്ച് നമ്മൾ കണ്ടു. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ദുനിയാവിലും എന്താണ് ശിക്ഷയുണ്ട്, അവർക്ക് ഈ ദുനിയാവിലും നിന്ദ്യതയുണ്ട്, അപമാനമുണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ മറ്റുള്ളവരുടെ നമ്മളുടെ അല്ലെങ്കിൽ മറ്റു മുസ്ലിങ്ങളുടെ സ്വത്ത്, അവരുടെ അഭിമാനം, അവരുടെ ജീവൻ ഇതിനെല്ലാം നമ്മൾ എത്രത്തോളം വാല്യൂ കൊടുക്കണം, എത്രത്തോളം ബഹുമാനം കൊടുക്കണം എന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ഈ ദുനിയാവിൽ നേടുന്നത് ഒന്നും തന്നെ അല്ലേ, നമ്മൾ പല രീതിയിലും ദുനിയാവിൽ വെട്ടിപ്പിടിക്കുന്നത് ഒന്നും തന്നെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുകയില്ല. പിന്നെ ദുനിയാവിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മുസ്ലിമിനെതിരെ മറ്റൊരു മുസ്ലിമിനെ സഹായിക്കുന്നത് അനുവദനീയമല്ല അല്ലേ. പകരം നമ്മൾ അവരെ അവർക്ക് സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ഒരാളുമായിട്ട് എന്തെങ്കിലും ഒരു ഡിസഗ്രിമെന്റ് ഉണ്ട് എന്നതിന്റെ അർത്ഥം അയാളുമായിട്ട് വഴക്കുണ്ടാവണം, കൊല്ലണം എന്നൊന്നുമല്ല. പിന്നെ ദീനിൽ നമുക്ക് തോന്നിയത് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക, ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കുക എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം ഇച്ഛയെ ഫോളോ ചെയ്യുന്നതിന് തുല്യമാണ് അല്ലേ. അത് നമ്മൾ ഒഴിവാക്കുകയും വേണം. കാരണം ഒരാള് ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ എടുക്കുമ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ അയാളുടെ ഇച്ഛയാണ് ഫോളോ ചെയ്യുന്നത്, ദീനിനെ അല്ല. മാത്രമല്ല അയാൾ ദീനിനെ സ്വന്തം പ്രയോജനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് അല്ലെ. അല്ലെങ്കിൽ അയാൾക്ക് എന്താണ്, ഇല്ല ഞാൻ വിശ്വാസിയല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കായിരുന്നു, പക്ഷെ അത് അയാൾ ചെയ്യൂല. അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അയാൾ ഫോളോ ചെയ്യും, ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കും. അപ്പൊ ദീനിനെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്ത് ദീനിൽ നിന്ന് അല്ലെ ബുഫേ പോലെ പെറുക്കിയെടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. പിന്നെ നമ്മൾ എന്തെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു സത്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അനുസരിക്കുക തന്നെ വേണം. അതിന് എന്താ പറയാ, അത് ചെയ്യാതിരിക്കാൻ വേണ്ടി എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് അല്ലെ, അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഹൃദയങ്ങൾ അടഞ്ഞു പോയതാണ്, അതുപോലെയുള്ള എക്സ്ക്യൂസുകൾ പറഞ്ഞ് മാറി നിൽക്കാതെ അത് എത്രയും പെട്ടെന്ന് അനുസരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇന്ന് നമുക്ക് 90, 91 ആയത്തുകൾ ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല. തർജ്ജമേന ചെറിയ ആയത്തുകളാണ്, ഒരുപാട് വിശദീകരണമൊന്നുമില്ല. ഞാൻ അളവൊന്ന് കുറച്ച് വെക്കാണ്, കാരണം കഴിഞ്ഞ ആഴ്ച ഇത്തിരി അധികമാണെന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പം 90ാമത്തെ ആയത്ത്, ബിഅ്സമശ്തറൗ ബിഹി അൻഫുസഹും അൻ യക്ഫുറു ബിമാ അൻസലല്ലാഹു ബഗ്യ അൻസലല്ലാഹു ബഗ്യൻ അൻ യുനസ്സലല്ലാഹു മിൻ ഫദ്ലിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി ഫബാഉ ബിഗദബിൻ അലാ ഗദബ് വലിൽ കാഫിരീന അദാബും മുഹീൻ. അള്ളാഹു തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഇച്ഛിക്കുന്നവരുടെ മേൽ തന്റെ അനുഗ്രഹം ഇറക്കി കൊടുക്കുന്നതിലുള്ള ഈർഷ്യ, ദേഷ്യം നിമിത്തം അള്ളാഹു അവതരിപ്പിച്ച സന്ദേശത്തെ അവിശ്വസിക്കുക വഴി തങ്ങളുടെ ആത്മാക്കളെ വിറ്റുകൊണ്ട് അവർ വാങ്ങിയ വില എത്ര ചീത്ത. അങ്ങനെ അവർ കോപത്തിനു മേൽ കോപത്തിന് പാത്രമായി തീർന്നു. സത്യനിഷേധികൾക്ക് അത്രേ നിന്ദ്യമായ ശിക്ഷയുള്ളത്. വാക്കർത്ഥം നോക്കാം. ബിഅ്സമ, അത് എത്ര മോശം, എത്ര ചീത്ത. ഓക്കെ, ബ ഹംസ സീൻ. ഇഷ്തറൗ, അവര് വിറ്റു. നമ്മൾ മുമ്പ് കുറെ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഇഷ്തറൗ നമുക്കറിയാം ഇവിടെ മാദി ഫോമാണ് അല്ലെ, അവസാനം വാവ് വന്നിട്ടുണ്ട്. ഖാലു, ഫഅലു എന്നൊക്കെ പറയുന്ന പോലെ അവർ ചെയ്തു എന്നുള്ള പോലെയുള്ള ഫോമാറ്റ് ആണ് ഇഷ്തറൗ. ബിഹി, അതിന്. ഓക്കെ,
അംഫുസഹും അവരുടെ സ്വന്തം നഫ്സിനെ, സ്വന്തം ആത്മാക്കളെ, ഐ യക്ഫുറു അവര് എന്താണ് നിഷേധിക്കുക വഴി, അങ്ങനെ നിഷേധിച്ചുകൊണ്ട് അവര് ചെയ്ത കാര്യം, അല്ലെങ്കിൽ സ്വന്തം നഫ്സിനെ വിൽക്കുക എന്ന് പറയുന്നത് അത് അവര് നിഷേധിക്കുക വഴിയാണ് അങ്ങനെ ചെയ്തത്. ബിമ യാതൊന്ന് അൻസൽ അള്ളാഹു അള്ളാഹു അവതരിപ്പിച്ചു. ഇവിടെയും ഈ പറഞ്ഞ പോലെ അൻസല ഫസ്റ്റ് ഫോമാറ്റ്, ഹുവ, ഫഅല, ഖാല എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അള്ളാഹു പുല്ലിംഗ ഏകവചനം, അപ്പം അൻസല, അൻസൽ അള്ളാഹു അള്ളാഹു അവതരിപ്പിച്ചു. ബഗയൻ അവരുടെ അമർഷം കാരണം, അമർഷം എന്ന് പറയുമ്പോൾ നമ്മൾ റെബൽ എന്ന് പറയില്ലേ, വിപ്ലവകാരി, അതായത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് വെറുപ്പോട് കൂടി തിരിഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ എതിർത്ത് നിൽക്കുന്ന രീതി ഉണ്ടല്ലോ, അതിനാണ് ബഗയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിര് ലംഘിക്കുക എന്നൊക്കെ പറയുന്ന പോലെ. യുനസിൽ അള്ളാഹു അള്ളാഹു അവതരിപ്പിക്കുന്നതിൽ, ഇവിടെ ഇതെല്ലാം നൂൻ സായി ലാമാണ്, ഇതിന്റെയൊക്കെ റൂട്ട് അൻസല, യുൻസല എന്നൊക്കെ പറഞ്ഞാൽ യുനസില എന്നൊക്കെ പറയുന്നത്. ഓക്കെ, മിൻ ഫദ്ലിഹി, മിൻ ഫദ്ല ഹി അല്ലെ, അവന്റെ അനുഗ്രഹത്തിൽ നിന്ന്. ഇതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് പറയാനും മനസ്സിലാക്കാനൊക്കെ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്ന. നമ്മൾ ഈ ഒരു പാർട്ടൊക്കെ ഗ്രാമർ ടിപ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. മിൻ ഫദ്ലി ഹി അവന്റെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന്. ഫദ്ൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വെറും അനുഗ്രഹമല്ല, അള്ളാഹുവിന്റെ എക്സ്ട്രാ സ്പെഷ്യൽ ബോണസ് പോലെ അല്ലെ, നമ്മൾ അർഹിക്കുന്നതിനേക്കാളും മേലെ ഉള്ള കാര്യങ്ങൾക്കാണ് ഫദ്ല് എന്ന് പറയുന്നത്. അല മൻ യാതൊരുവരുടെ മേൽ, മൻ യാതൊരുവർ, ഹൂഎവർ ആരൊക്കെ, ആരുടെ മേൽ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരുടെ മേൽ എന്നാണ് പറഞ്ഞു വരുന്നത്. അലാമൻ യഷാഉ അവൻ ഉദ്ദേശിക്കുന്ന, അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്നവരുടെ മേൽ, മിൻ അബാദിഹി അവന്റെ അബാദുകളിൽ നിന്ന്, അതായത് അബാദിൽ നിന്ന്, അബാദ് എന്ന് വെച്ചാൽ അബ്ദിന്റെ പ്ലൂരലാണ്, അപ്പം അവന്റെ അടിമകളിൽ നിന്ന്. ഇവിടെ ഈ പറഞ്ഞ പോലെ മിൻ ഫദ്ലി ഹി എന്ന് പറഞ്ഞ പോലെ മിൻ അബാദി ഹി അല്ലെ, നിന്ന്, അബാദ് അടിമകൾ, ഹി അവന്റെ. അപ്പൊ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഫബാ ഉ, ഫ അതുകൊണ്ട്, ബാ ഉ അവർ മടങ്ങി, ബാ ഉ ഇത് ഹും ഫോർമാറ്റ് അല്ലെ, ഖാലു ഫഅലു ഒക്കെ പോലെ, ബാഉ അവർ മടങ്ങി, ബി ഗദബിൻ കോപവും കൊണ്ട്, അല ഗദബ് കോപത്തിനു മേൽ, അപ്പൊ കോപത്തിനു മേൽ കോപവും കൊണ്ട്, വലിൽ കാഫിരീന എന്നാൽ സത്യനിഷേധികൾക്ക് ഉണ്ട്, അദാബുൻ ശിക്ഷ, മുഹീൻ ഹ വാവ് നോൻ, മുഹീൻ എന്ന് വെച്ചാൽ നിന്ദ്യമായ, നീചമായ, അപമാനിക്കുന്ന രീതിയിലുള്ള ശിക്ഷ അവർക്ക് ഉണ്ട്. തഫ്സീർ നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ബിസമ അത് എത്ര മോശമാണ്, എത്ര ചീത്തയാണ് അല്ലെ, എത്ര ടെറിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത്, ഇഷ്തറോ ബിഹി അംഫുസഹും അവര് എന്താണ്, അവരുടെ സ്വന്തം നഫ്സിനെ അവര് വിറ്റു അല്ലെ. അംഫുസ് പ്ലൂരൽ, നഫ്സിന്റെ പ്ലൂരലാണ്. ഇഷ്തറോ നമുക്കറിയാം ഷീൻ റോ യ എന്ന് വെച്ചാല് എന്താണ്, വിൽക്കുക എന്നുള്ള അർത്ഥം. അപ്പം അവരെ തന്നെ വിറ്റു. എന്തിനു വേണ്ടിയിട്ടാണ്? ഐഹികമായ നേട്ടത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ ബിസമഷ്തറു ബിഹി അൻഫുസഹും അവരെ തന്നെ വിറ്റ ആ ഒരു കാര്യം എത്ര മോശമാണ്. ആഖിറത്ത് അല്ലെ, അവരുടെ ആഖിറത്തിനെ ഒഴിവാക്കിയിട്ട് ഇഹലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ സ്വയം വിൽക്കുകയാണ് ചെയ്തത്. അത് എത്ര തുച്ഛമായ അല്ലെങ്കിൽ എത്ര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? അവർ ഈ വിറ്റിട്ട് അല്ലെങ്കിൽ അവരെ സ്വയം നഷ്ടപ്പെടുത്തിയിട്ട് അവരെന്താ ചെയ്യുന്നത്? യക്ഫുറു അവര് അവിശ്വസിക്കുന്നു അല്ലെ. യക്ഫുറു അവര് അവിശ്വസിക്കുന്നു. ബിമാ അൻസലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയതിനെ, അല്ലാഹു വെളിപ്പെടുത്തിയത് യാതൊന്നില് അവര് അവിശ്വസിച്ചു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു എന്തോ അവർക്ക് ഇറക്കിയിട്ടുണ്ട്, പക്ഷെ അവരത് സ്വീകരിക്കുന്നില്ല, അവര് വിശ്വസിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ്? ബഗ്യൻ അവരുടെ റെബലിയൻ അല്ലെ, അവരുടെ വിപ്ലവ മനോഭാവം, അവരുടെ ആജ്ഞാലംഘന മനോഭാവം, അല്ലെങ്കിൽ അതിരുകൾ ക്രോസ് ചെയ്യുന്ന രീതിയിലുള്ള ഈ എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്ന രീതിയിലുള്ള അവരുടെ ആ ഒരു സ്വഭാവം, അവരുടെ ദേഷ്യം, ഈർഷ്യ, പല രീതിയിലും മലയാളത്തിലേക്ക് നമ്മൾ പറയുമ്പോൾ പലതും പറയാം. ബേസിക്കലി നമ്മുടെ റെബലിയൻ എന്നുള്ള വാക്കുണ്ടല്ലോ, അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കുട്ടികളുടെ അടുത്തൊക്കെ പറഞ്ഞാൽ ഇല്ല ഞാൻ ചെയ്യൂല, എന്താക്കും, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലേ, വിപ്ലവ ഫോമാറ്റ്, അതിനാണ് ഈ ബഗയൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ബഗയന്റെ റൂട്ട് ബ ഗൈൻ യ. ഓക്കെ, ഈ വാക്ക് യബഗൂന തബഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുക എന്നാണ് അതിന്റെ ലിറ്ററൽ മീനിങ്. ഇപ്പൊ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുക, അതായത് ഡിസയർ തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ അത്
അയാൾക്ക് ഇല്ലാണ്ട് അത് വേറൊരാൾക്ക് ഉണ്ടാവുമ്പം അയാളുടെ ഉള്ളിൽ എന്താവും, ഒരു അസൂയ ഉണ്ടാവും അല്ലെ. അത് എനിക്കില്ലല്ലോ അവർക്കുണ്ടെന്ന് പറയുമ്പോൾ അതിന് അപ്പൊ അയാളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരമാണ് അസൂയ. മാത്രമല്ല ഇയാൾക്ക് ഇത് കിട്ടണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾ ഏതറ്റം വരെയും പോലെ, തീവ്രമായ ഒരു കാര്യം കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതറ്റം വരെയും പോകും. അതിന് അയാൾക്ക് എന്താണ്, അതിര് ലംഘിക്കുന്നതിനും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ അങ്ങനെ ആ രീതിയിൽ എന്താ പറയാ, അതിരുകൾ ലംഘിച്ച് ആ ഒരു കാര്യത്തിന് എതിരെ പോകുന്നത് കൊണ്ടാണ് ഇതിന് ബഗയ് എന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലും ഒരു കാര്യം നേടണം അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് അസൂയ ഉണ്ടാവും. നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ, നമുക്ക് കിട്ടാത്തത് അവർക്ക് കിട്ടിയല്ലോ എന്നുള്ള ആ ഒരു അസൂയ ഉണ്ടാവും. പ്ലസ് അത് നേടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും അതിര് ലംഘനം നടത്തുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ബഗയ് എന്നുള്ള വാക്കിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള എന്താ പറയാ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. അപ്പം അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനിനെയും അവർ തിരിച്ചറിഞ്ഞിട്ടും എന്തുകൊണ്ട് അവര് അതിൽ നിന്ന് തിരിഞ്ഞു നിന്നു അല്ലെങ്കിൽ അവിശ്വസിച്ചു? ബഗയ് കാരണം അല്ലെ, ജലസി, അസൂയ. നമുക്കില്ലാത്തത് അവർക്ക്, അല്ലെങ്കിൽ അവർക്ക് എന്തിനു കൊടുത്തു, അവരത് അർഹിക്കുന്നില്ലല്ലോ അല്ലെ, അല്ലെങ്കിൽ ഇത് നമ്മളത് മാത്രമാണ്, എന്നാ പിന്നെ അവർക്ക് കൊടുത്തത് നമ്മൾ സ്വീകരിക്കുന്നില്ല, നമ്മൾ തിരിഞ്ഞു നിന്നേക്കാം. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് അവർക്ക് ജലസി ഉണ്ടായത്? അയ്യുനസിൽ അള്ളാഹു, അള്ളാഹു ഇറക്കിയത്, മിൻ ഫദ്ലിഹി, അവന്റെ ഫദ്ലിൽ നിന്ന് അല്ലെ, മിൻ ഫദ്ലിഹി അലാമ, ഫദ്ല് നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ സ്പെഷ്യൽ ഫേവർ, അഡീഷണൽ ഫേവറിൽ നിന്ന്, അലാമയ്യശാഉ മിൻ ഇബാദിഹി, അള്ളാഹു ഉദ്ദേശിച്ചവരുടെ മേൽ, അവന്റെ ഇബാദിൽ നിന്ന്, അവന്റെ അബദുകളിൽ നിന്ന്, അവന്റെ അടിമകളിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചവരുടെ മേൽ അള്ളാഹു എന്താക്കി, അത് ഇറക്കി അല്ലെ. അള്ളാഹു ഖുർആൻ ഇറക്കി അവന്റെ സ്പെഷ്യൽ ഫേവറിൽ നിന്ന്, ഫദ്ല്, ഫ ദോദ് ലാം, ഒരു സ്പെഷ്യൽ ഫേവർ, ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്, ഒരു എക്സ്ട്രാ ഫേവർ ആർക്കെങ്കിലും കൊടുക്കുന്ന അല്ലെ. അപ്പോൾ അള്ളാഹുവിന്റെ ഫദ്ലിൽ നിന്ന് ആർക്കാ ഇറക്കിയത്? അള്ളാഹു ഉദ്ദേശിച്ചവർക്ക്. അല മയ്യഷാഉ, അള്ളാഹു ആർക്കാണോ ഉദ്ദേശിച്ചത്, മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന്. അബ്ദിന്റെ പ്ലൂരൽ ഇബാദ്. അപ്പം എല്ലാ മനുഷ്യന്മാരും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടിമകളാണ് അല്ലെ. അവരേത് ഗോത്രത്തിൽ പെടുന്നു, ആരുടെ തലമുറകളിൽ പെടുന്നു അല്ലെ, ബനൂ ഇസ്രായേലാണോ, അതൊന്നും അള്ളാഹ്ക്ക് വിഷയമല്ല. എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടിമകളാണ്. ഏത് രാജ്യത്തിലാണെങ്കിലും, ഏത് ജനതയാണെങ്കിലും, ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടിമകളാണ്. അപ്പം അള്ളാഹ്ക്ക് തെരഞ്ഞെടുക്കാം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫേവർ ആർക്ക് കൊടുക്കണം എന്നുള്ളത് അല്ലെ. അപ്പം ഇവിടുത്തെ ഫദ്ൽ എന്ന് പറയുന്നത് ഖുർആനാണ്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സ്പെഷ്യൽ ഫേവർ ആണ്. അള്ളാഹ്ക്ക് ഖുർആൻ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. ഇവിടെ ബനി ഇസ്രായേൽ ഭയങ്കര സ്പെഷ്യലാന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അള്ളാഹ് കൊടുത്ത ഫേവറുകൾ കൊണ്ട് അവർ വിചാരിച്ചു അവരൊരു സംഭവമാണ്. പക്ഷേ അവരുടെ സ്പെഷ്യാലിറ്റി ഒക്കെ കഴിഞ്ഞല്ലേ, ഇനിയിപ്പോ അവര് സ്പെഷ്യൽ ഒന്നുമല്ല. മുമ്പ് അവർക്ക് എല്ലാവിധ അവകാശങ്ങളും അവസരങ്ങളും സ്പെഷ്യാലിറ്റികളും ഓഫറുകളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവരെന്താണ്, സ്പെഷ്യൽ അല്ല. അവർക്ക് അവരുടെ പ്രിവിലേജുകൾ, പ്രത്യേക അവകാശങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഖുർആൻ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം അല്ലെ. അപ്പൊ അള്ളാഹു ആരെയാ തെരഞ്ഞെടുത്തത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലെ. ഖുർആൻ എന്ന ഫദ്ല്, ഈ ദീൻ എന്നത്, ദീൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഫേവർ തന്നെയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, ഭയങ്കര അങ്ങേയറ്റം വലിയൊരു ഫേവർ തന്നെയാണ് ഖുർആനും ഈ ദീനും ഒക്കെ. സൂറത്ത് യൂനുസിൽ 58-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. ആക്ച്വലി ഇതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തിൽ അള്ളാഹു ഖുർആനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ട് ഈ ആയത്തിൽ തുടരുകയാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, പറയുക അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് അത്, എന്ത്, ഖുർആൻ. ഫബിദാലിക ഫലിയഫ്റഹു, അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. അള്ളാഹുവിന്റെ സ്പെഷ്യൽ ഫദ്ല് കൊണ്ടും കാരുണ്യം കൊണ്ടും കൊടുത്തതാണ് ഖുർആൻ. അതുകൊണ്ട് അതിന്റെ എന്താ പറയാ, അവരതുകൊണ്ട് സന്തോഷിച്ചു കൊള്ളട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ സമ്പാദിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തിനേക്കാളും ഉത്തമമായിട്ടുള്ളത് എന്താണ്? ഖുർആനാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു ഖുർആൻ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ മേലെ ഇറക്കിയിരിക്കുന്ന ഈ സന്ദേശം, ഈ ദീൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അല്ലെ. നമുക്ക് ഭൂമിയിൽ ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും അതിന്റെയൊക്കെ മേലെയുള്ള ബ്ലെസ്സിങ് ആണ്. മാത്രമല്ല അത് അള്ളാഹ്ക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അത് അപ്പോഴും അല്ല, ഇപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ആർക്ക് വേണമെങ്കിലും അത് കൊടുക്കാം. അപ്പൊ ബനി ഇസ്രായേല് അവര് എങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആലയോട് നന്ദികേട് കാണിച്ചോ അല്ലെ, അവർക്ക് അള്ളാഹു കൊടുത്തത് വെച്ചുകൊണ്ട് അവർ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചപ്പോൾ അവരിൽ നിന്ന് അള്ളാഹു ഈസി ആയിട്ട് അതെടുത്ത് കളഞ്ഞു അല്ലെ. എന്നിട്ട് അള്ളാഹു വേറൊരു ജനതയ്ക്ക് അത് ട്രാൻസ്ഫർ ചെയ്തു. ഉമ്മിയായിട്ടുള്ള അല്ലെ, നിരക്ഷരായിട്ടുള്ള ഒരു ജനതയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു തആല
ട്രാൻസ്ഫർ ചെയ്തു. അള്ളാഹ്ക്ക് അത് എപ്പോ വേണമെങ്കിലും അള്ളാഹുവിന്റെ ഫദ്ല് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മെൻ അബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന്. ഈ ഭൂമിയിലുള്ളവരൊക്കെ അവന്റെ അടിമകളാണ്. നമ്മൾ എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹ്ക്ക് ഉദ്ദേശിക്കുന്നവർക്ക് എപ്പോ വേണമെങ്കിലും അള്ളാഹ്ക്ക് ഇതെടുത്ത് കൊടുക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ക്ലാസ് പറയുമ്പോൾ ടീച്ചർ ഒരു വായിച്ച ഒരു സ്റ്റോറി പറയായിരുന്നു. അതായത് US-ല് ഒരു 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 സ്ത്രീ എഴുതിയതാണ്. ഓക്കെ, അവിടെ ഒരു ഇംഗ്ലീഷ് വുമൺ, മുസ്ലിം ആയിട്ടുള്ള. അപ്പം അവരൊരിക്കലും ഒരു ഹിജാബും നിഖാബും ഇട്ടിട്ട് ഒരു ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം ഈ കൗണ്ടറിൽ ഇരിക്കുന്ന പെൺകുട്ടി, ആ കൗണ്ടറിൽ ഇരിക്കുന്ന പെൺകുട്ടി ഇത് ബില്ലടിക്കുന്ന സമയത്ത് ഈ പോലെ തോന്നിയിട്ട് പറയും, നിങ്ങൾക്ക് അറിയൂല, നിങ്ങളുടെ ഈ ഹിജാബും നിക്കാബും ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് നിങ്ങളെ നാട്ടിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ഇത് US ആണ്. കാരണം അവിടെ ഒരുപക്ഷെ ഈ കൗണ്ടറിൽ ഇരിക്കുന്ന പെൺകുട്ടി വേറെ ഏതെങ്കിലും ഒരു മുസ്ലിം നാട്ടിൽ നിന്ന് വന്നതാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് വന്നതാവാം. അപ്പം ഇതുപോലെ ഇവിടെ നിങ്ങൾ ഹിജാബ് നിക്കാബ് ഇട്ട് നിൽക്കണ്ട. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ദീൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചരിത്രം കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് പോകും എന്ന് ഈ വാങ്ങാൻ വന്ന ആളുടെ അടുത്ത് കൗണ്ടറിലുള്ള പെൺകുട്ടി പറയാണ്. അപ്പം ഈ വാങ്ങാൻ വന്ന ലേഡി അവര് ഹിജാബ് പൊക്കി കഴിഞ്ഞപ്പം ഭയങ്കര ഒരു വൈറ്റ് ലേഡിയാണ്, എന്താണ് അമേരിക്കനാണ്. ഭയങ്കര നാച്ചുറലി അവർ ഭയങ്കര ഭംഗിയുള്ളവരായിരിക്കുമല്ലോ. എന്നിട്ട് അവര് തിരിച്ച് ഈ പെൺകുട്ടീൻ്റെ അടുത്ത് പറയാം, ദിസ് ഇസ് മൈ കൺട്രി, ഇത് എൻ്റെ കൺട്രിയാണ്, ഇത് എൻ്റെ ഇസ്ലാമാണ്. നിങ്ങളെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇസ്ലാം അവിടെ ഉപേക്ഷിച്ച് വന്നു, പക്ഷെ ഞങ്ങൾ അത് എടുത്തു നിങ്ങളിൽ നിന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ നമ്മളുടെ ദീനിനെ ഒഴിവാക്കി കളഞ്ഞാൽ അത് പിക്ക് ചെയ്യാൻ ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അബ്ദുകളാണ് എല്ലാവരും, അല്ലെ? അള്ളാഹു അലാമയ്യഷ, അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേലെ അത് കൊടുക്കും. അപ്പൊ നമ്മൾ അത് നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് നഷ്ടം എന്നല്ലാതെ വേറൊന്നും ഇല്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വലിയൊരു ഫദ്ലാണ്. അള്ളാഹ്ക്ക് ആർക്ക് വേണമെങ്കിലും അത് കൊടുക്കാം. നമുക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ മാത്രമാണ് ഇതിനെ അർഹിക്കുന്ന ആളുകൾ, ഈ ഹോൾ ഭൂമി എന്ന് പറയുന്ന പ്ലാനറ്റിൽ മൊത്തത്തിൽ ഇത് ഞങ്ങൾ മാത്രമാണ് ഇതിനെ അർഹിക്കുന്ന ആളുകൾ എന്നുള്ള ഒരു അഹങ്കാരം നമ്മളുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അഹങ്കാരം ഏത് നിമിഷവും നമ്മളെ താഴേക്ക് വലിച്ചിടാവുന്നതേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അള്ളാഹ്ക്ക് ഈ ഫദ്ല് എടുത്തിട്ട് വേറെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ ഈ ദീനിനെ വാല്യൂ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഖുർആനെ വേണ്ട രീതിയിൽ വാല്യൂ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ഇത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ബനി ഇസ്രായേലിന് അതാ സംഭവിച്ചിട്ടുള്ളത്, അല്ലേ? അവർ വിചാരിച്ച അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അവരുടെ കയ്യിൽ ഭയങ്കര വലിയൊരു പ്രിവിലേജ് ഉണ്ടല്ലോ, അല്ലെ? സാധാരണ അങ്ങനെയാണ്, അധികാരമുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നും, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്. അവരത് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അള്ളാഹ് അത് അങ്ങോട്ട് എടുത്തിട്ട് വേറെ ഒന്നിനും പറ്റില്ല എന്ന് അവര് വിചാരിച്ചല്ലേ, ഒരു ഗുണവും ഇല്ല അല്ലെങ്കിൽ ഒരു വിവരവും ഇല്ല എന്ന് വിചാരിച്ച ഉമ്മിയായിട്ടുള്ള ഒരു ജനതയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അത് അങ്ങ് എടുത്തു കൊടുത്തു. അള്ളാഹ്ക്ക് കൊടുക്കാൻ ഒരു പ്രയാസവും ഇല്ല. അള്ളാഹ്ക്ക് തീരുമാനിക്കാൻ ആരുടെ സമ്മതത്തിന്റെയും ആവശ്യമില്ല. അള്ളാഹ് ആർക്ക് വേണമെങ്കിലും കൊടുക്കും, അല്ലെ? യുനസ്സൽ അല്ലാഹു മിൻ ഫദ്ലിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി. അപ്പം ബനു ഇസ്രായേലിന്റെ കാര്യം, അതായത് അള്ളാഹു അവരിൽ നിന്ന് എടുത്തു പോയി. അപ്പൊ എന്താണ് അവർക്ക് സംഭവിച്ചത്? ഫബാഉ ബിഗദബിൻ അലാ ഗദബ്. അങ്ങനെ അവര് മടങ്ങി. ബാഉ, അല്ലെ? നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഈ വാക്ക്. ബാ വാവ് ഹംസ, അവര് മടങ്ങുക എന്നർത്ഥം. ബാഉ എങ്ങനെയാണ് അവർ മടങ്ങിയത്? ബിഗദബിൻ അലാ ഗദബ്. സുബ്ഹാനല്ലാഹ്. ബാഉ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം, ബ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ മേലെ തന്നെ വിളിച്ചു വരുത്തുക, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മളെ സ്വയം അർഹരാക്കുന്നതിനാണ് ബ എന്ന് പറയുന്നത്. അപ്പം അവര് മടങ്ങി. എന്തുകൊണ്ടാണ്? ഗദബിൻ അലാ ഗദബ്. ഗദബ് എന്ന് പറഞ്ഞാല് ഏത് തരത്തിലുള്ള ദേഷ്യം എന്ന് വെച്ചാൽ അതിനൊരു ശിക്ഷയായി മാറിയേക്കാവുന്ന ദേഷ്യത്തിനാണ് ഗദബ് എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഈ ഒരു അവിശ്വാസം കാരണം, അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയതിൽ അവര് ഖുർആനിൽ അവര് അവിശ്വസിച്ചത് കാരണം, അവരുടെ അഹങ്കാരം കാരണം, അവരുടെ നിഷേധം കാരണം അള്ളാഹ്ക്ക് അവരുടെ മേല് ദേഷ്യം, കോപമുണ്ടായി. ഇത് വെറും കോപമല്ല, ഗദബിൻ അലാ ഗദബ്, അല്ലെ? അവര് ജസ്റ്റ് അള്ളാന്റെ വെറുപ്പ് മാത്രമല്ല, ആളുകളുടെ വെറുപ്പും അവരുടെ മേല് ഉണ്ടായി. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആലക്കും അവരോട് ദേഷ്യമായി, ആൾക്കാർക്കും അവരോട് ദേഷ്യമായി. അങ്ങനെ അവര് എന്താണ്, റിപ്പീറ്റഡ് ആയിട്ട് ബനു ഇസ്രായേൽ റിപ്പീറ്റഡ് ആയിട്ട് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ കോപം അവരുടെ മേല് വീണ്ടും 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 ഈ ലോകത്ത് എന്താണ് വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഫബാഉ ബിഗദബിൻ അലാ ഗദബ്. സുബ്ഹാനല്ലാഹ്.
വലിൽ കാഫിരീന അദാബും മുഹീൻ. അപ്പം അവിശ്വാസികൾക്ക് എന്തുണ്ട്? നിന്ദ്യമായ ശിക്ഷ, അപമാനകരമായ ശിക്ഷ. മുഹീൻ, ഹ വാവ് നൂൻ, ഹൗൻ. ഓക്കെ, ഹൗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അർത്ഥം ചെറുതാവുക എന്നുള്ളതാണ്. അപ്പം അപമാനിക്കുക എന്ന് വെച്ചാൽ ഒരാൾ ചെറുതായി പോവുക എന്നുള്ളതാണല്ലോ. അയാൾ ഇൻസൾട്ട് ചെയ്ത് ഒന്നും അല്ലാണ്ടാക്കുക എന്നുള്ളതാണ് അപമാനിക്കുക എന്ന് പറയുന്നത്. അപ്പൊ വലിൽ കാഫിരീന അദാബും മുഹീൻ, അവർക്ക് എന്ത്? അപമാനകരമായ, നിന്ദ്യകരമായ ശിക്ഷയുണ്ട്. ശരിക്കും ഒരു ശിക്ഷ എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര അപമാനകരമാണ് അല്ലെ. ഇപ്പം ഒരു ചെറിയ ഉദാഹരണം എടുക്കുക. അപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ക്ലാസ്സിൽ എന്തെങ്കിലും വർക്ക് ഒക്കെ ചെയ്തു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ സാധാരണ ടീച്ചേഴ്സ് ക്ലാസ്സിനെ പുറത്തിറക്കി നിർത്താറുണ്ട്. ഇന്നത്തെ കാലത്ത് അതുണ്ടോന്ന് അറിയില്ല. പുറത്തിറക്കി നിർത്തുമ്പം ഇതിലെ പോകുന്ന അടുത്ത ക്ലാസ്സുകാരുടെ മുമ്പിലൊക്കെ നമുക്കൊരു നാണക്കേടാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ശിക്ഷ എന്ന് പറയുന്നതേ എന്താണ്? അപമാനകരമാണ്. അപ്പം ഇവരെ കാര്യത്തിൽ എന്താണ്? അവരെ വീണ്ടും, അതായത് ആ ശിക്ഷയിൽ ഓൾറെഡി ശിക്ഷ അപമാനകരമാണ്, വീണ്ടും അപമാനകരമായ ശിക്ഷ എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ, അതായത് നരകത്തിൽ അവര് മാക്സിമം ലജ്ജാവഹമായ രീതിയിൽ, നിന്ദ്യമായ രീതിയിൽ അവരെ എന്താണ്? ശിക്ഷിക്കും. അവരെ പുറത്തേക്ക് എടുക്കുന്ന എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് യാതൊരു രക്ഷയുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. സൂറത്ത് മുഅ്മിനൂനിലെ 108-ാമത്തെ ആയത്ത്, അവൻ അള്ളാഹു അവരോട് പറയും, നിങ്ങൾ അവിടെ തന്നെ നിന്ദ്യരായി കഴിയുക. ഫീഹ, നിങ്ങൾ നിന്ദ്യരായി കഴിയുക. നിങ്ങൾ എന്നോട് മിണ്ടിപ്പോകരുത്. വലാ തുക്കല്ലിമോൻ, നിങ്ങൾ അവിടെ തന്നെ മിണ്ടാണ്ട് അവിടെ ഇരുന്നോ. നിങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് ദ്വാ ചെയ്യാൻ പോലും നിങ്ങൾക്ക് അനുവാദമില്ല. അള്ളാഹ് വിളിച്ചപ്പോൾ നിങ്ങൾ നിഷേധിച്ചവരാണ്. ഇനി നിങ്ങൾക്ക് അള്ളാഹിനെ വിളിക്കാൻ പറ്റൂല. വലിൽ കാഫിരീന അദാബും മുഹീൻ. അള്ളാഹു സുബ്ഹാനഹു തആല അത്തരക്കാരിൽ പെടുന്നവരെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല തന്ന വലിയ അനുഗ്രഹത്തിൽ പെട്ടതാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഖുർആൻ അല്ലെ. അതിനെ വേണ്ട രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്ക് അത് വേറൊരാൾക്ക് എടുത്തു കൊടുക്കാൻ ഒരു പ്രയാസമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം സത്യം എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ അത് സ്വീകരിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന നമ്മളുടെ കണ്ണിന് മുമ്പിൽ വരുമ്പോൾ അത് സ്വീകരിക്കണം, തിരിഞ്ഞ് നിൽക്കരുത്. സുബ്ഹാനല്ലാഹ്. പൊതുവെ ആളുകളുടെ മുമ്പിൽ സത്യം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇതാ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതാരാ പറയുന്നേന്നാ നോക്കുക അല്ലെ. എന്താ പറയുന്നതെന്നുള്ളതിനേക്കാളും ഇതാരാ പറയുന്നേ. ബനൂ ഇസ്രായേലും അത് തന്നെയാ ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സത്യമാണ് അവരുടെ മുന്നിൽ വരുന്നതെന്ന് അവർക്ക് അറിഞ്ഞിട്ട് പോലും അവരത് ആരാ പറഞ്ഞേന്ന് നോക്കിയില്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യേ, അല്ലെങ്കിൽ ഉമ്മിയായ ഒരു ജനതയെ അയ്യേ വേണ്ട അല്ലെ, നിഷേധിച്ചു അവര്. സുബ്ഹാനല്ലാഹ്. എന്താ പറഞ്ഞതെന്ന് അവര് ശ്രദ്ധിക്കാൻ പോലും പോയില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മുന്നിൽ സത്യം വന്നു കഴിഞ്ഞാൽ അല്ലെ, അതിന്റെ തെളിവുകൾ വന്നു കഴിഞ്ഞാൽ, അതിന്റെ ആധികാരികത വന്നു കഴിഞ്ഞാൽ അതാരാ പറയുന്നതെന്നല്ല നമ്മൾ നോക്കേണ്ടത്, എന്താ പറയുന്നേ, അത് സത്യമാണോ എന്നുള്ളത് നോക്കുക. സത്യത്തിനെ സത്യം കൊണ്ട് വേണം ജഡ്ജ് ചെയ്യാൻ, അല്ലാണ്ട് ആരാ പറയുന്നത് എന്നുള്ളത് വെച്ചിട്ടല്ല ജഡ്ജ് ചെയ്യേണ്ടത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇനി സത്യം അതുപോലെ നമ്മുടെ മുന്നിൽ വന്നിട്ടും നമുക്കത് അറിയാമായിട്ടും ശരിയാണെന്ന് കാരണം ഇതൊക്കെ തീരുമാനിക്കുന്നവൻ റബ്ബല്ലേ. റബ്ബിനറിയാം നമ്മളുടെ ഹൃദയത്തിൽ അത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലായോ ഇല്ലേ എന്നുള്ളത് അല്ലേ. നമ്മൾ പുറത്ത് ഇനി എന്തൊക്കെ കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മുടെ മുമ്പിൽ ഒരു സത്യം വന്നു കഴിഞ്ഞാൽ ഇത് സത്യമാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ നിഷേധിക്കുകയാണോ അല്ലേന്ന് അറിയുന്നവൻ റബ്ബാണ്. അപ്പം അത്തരത്തിൽ നമ്മുടെ മുന്നിൽ സത്യവും അതിന്റെ തെളിവുകളും ശരികളും ഒക്കെ വന്നിട്ടും അല്ലെ, ഖുർആനിലുള്ള കൽപ്പനകളും ഒക്കെ വന്നിട്ടും നമ്മളുടെ മനസ്സിലുള്ള ബഗയ് കാരണം അല്ലെ, നിഷേധം കാരണം അല്ലെങ്കിൽ അഹങ്കാരം കാരണം, ജലസി കാരണം നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അവന്റെ മേലെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കോപം ഉണ്ടാവും. ഈ ലോകത്തുള്ള ആളുകളുടെ കോപം ഉണ്ടാവും. അവർക്ക് നിന്ദ്യമായ പണിഷ്മെന്റ് പരലോകത്തുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അടുത്ത ആയത്ത് 91-ാമത്തെ ആയത്ത്, വഇദാ ഖീല ലഹും ആമിനു ബിമാ അൻസലല്ലാഹു ഖാലൂ നുഅ്മിനു ബിമാ ഉൻസില അലൈനാ വയക്ഫുറൂന ബിമാ വറാഅഹു വഹുവൽ ഹഖ് മുസദ്ദിഖൻ ലിമാ മഅഹും ഖുൽ ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി മിൻ ഖബ്ൽ ഇൻ കുൻതും മുഅ്മിനീൻ. അള്ളാഹു അവതരിപ്പിച്ചതിൽ, അതായത് ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങൾക്ക് അവതരിക്കപ്പെട്ട സന്ദേശത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുക. അതിനപ്പുറമുള്ളത് അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. അവരുടെ പക്കലുള്ള വേദഗ്രന്ഥത്തെ ശരിവെക്കുന്ന സത്യസന്ദേശമാണ് താനും അത് ഖുർആൻ. നബിയെ പറയുക, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു മുമ്പൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ നിങ്ങൾ വധിച്ചുകൊണ്ടിരുന്നത്. സുബ്ഹാനല്ലാഹ്.
വാക്കർത്ത് നോക്കാം. ഇതാ കീല, അങ്ങനെ അവരോട് പറയപ്പെട്ടാൽ, പറയപ്പെട്ട എന്നുവെച്ചാൽ കഴിഞ്ഞ ആയത്തിനോട് ചേർത്ത് പറയണം, അതുകൊണ്ടാണ് വാ വന്നത്. ഓക്കെ, ഇതാ കീല അവരോട് പറയപ്പെട്ടാൽ. ഇതായും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ, കൺഫ്യൂഷൻ ആവരുത്. ലഹും അവരോട്, ആമിനു നിങ്ങൾ വിശ്വസിക്കൂ. ഇവിടെ ആമിനു എന്നുള്ളത് ആമനു ആയിട്ട് കൺഫ്യൂഷൻ ആവരുത്. ആമനു അവർ വിശ്വസിച്ചു, ആമിനു എന്ന് പറയുന്നത് ഒരു കൽപ്പനയാണ്, നിങ്ങൾ എല്ലാവരും വിശ്വസിക്കൂ. ബിമാ യാതൊന്നിൽ, അൻസൽ അള്ളാഹു ഇറക്കിയതിൽ, അള്ളാഹു അവതരിപ്പിച്ചത്. ഖാലു അവർ പറഞ്ഞു, എന്താണ്? നുഅ്മിനു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ നുഅ്മിനു എന്ന് പറയുന്നത് മുദാരി ഫോമാണ്, പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ബിമാ യാതൊന്നിൽ, ഉൻസില ഇറക്കപ്പെട്ട. ഓക്കെ, ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടത് എന്തോ അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അലൈന ഞങ്ങളുടെ മേൽ, വയക്ഫുറൂന അവര് നിഷേധിക്കുകയും ചെയ്യുന്നു, ബിമ യാതൊന്ന്, വറാഅഹു അതിന് അപ്പുറമുള്ള അല്ലെങ്കിൽ അതിന് ശേഷമുള്ളത് എന്നർത്ഥം. വഹുവ അവരാകട്ടെ, അല്ല അതാവട്ടെ, അൽ ഹഖ് സത്യമാണ്, യഥാർത്ഥമാണ്, മുസദ്ദിഖൻ സത്യമാക്കുന്നതുമാണ്, ലിമ യാതൊന്നിനെ, മഅഹും അവരുടെ കൂടെയുള്ളതിനെ. കുൽ പറയുക, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണ, നീ പറയുക, ഫലിമ പിന്നെ എന്തിനും, തഖ്തുലൂന എന്താണ് നിങ്ങൾ കൊന്നിരുന്നത്, അംബിയ അള്ളാഹുവിന്റെ അൻബിയാക്കളെ, നബിമാരെ അല്ലെ, നബീന്റെ പ്ലൂറലാണ് അൻബിയ, മിൻ ഖബൽ മുമ്പ്, ഇൻ കുന്തും നിങ്ങൾ ആയിരുന്നെങ്കിൽ, ഇൻ എന്ന് പറഞ്ഞാൽ ഇഫ് എങ്കിൽ എന്നുള്ള അർത്ഥമാണ്, കുന്തും നിങ്ങൾ ആയിരിക്കുക എന്ന്. ഓക്കെ, മുഅ്മിനീൻ നിങ്ങൾ വിശ്വാസികളായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അമ്മാരി ഒരു പണിയെടുത്തതെന്നാണ് ചോദിക്കുന്നത്. തഫ്സീർ നോക്കാം. ഇദാ ഖീല ലഹും അങ്ങനെ അവരോട് പറയപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ പറയപ്പെട്ട സാഹചര്യത്തിൽ, ഓക്കെ, ആമിനു നിങ്ങൾ വിശ്വസിക്കൂ എന്ന് ബനൂ ഇസ്രായേലിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൽ വിശ്വസിക്കാനാ പറയുന്നത്? ബിമാ അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയതിൽ, അല്ലെ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയതിൽ, അതെന്താണ്? ഖുർആനിൽ വിശ്വസിക്കൂ എന്ന് പറയുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണ്? ഖാലു അവർ പറഞ്ഞു, നുഅ്മിനു ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഇതിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. എന്തില്? ബിമാ ഉൻസില അലൈന ഞങ്ങളുടെ മേൽ, അലൈന അല്ലെ, അല പ്ലസ് ഞങ്ങളുടെ മേൽ, ഉൻസില ഇറക്കപ്പെട്ടത്, ബിമ യാതൊന്നിൽ. അപ്പം ഏതൊന്നാണോ ഞങ്ങളുടെ മേലെ ഇറക്കപ്പെട്ടത് അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തന്നതിന്റെ മേലെ ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ, അല്ലെ, ഞങ്ങൾക്ക് തന്ന ഗ്രന്ഥം എന്താണോ അത് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേൽ പറയാണ്. അല്ലാതെ ഈ ഉമ്മിയായിട്ടുള്ള ജനതക്ക് കൊടുത്ത അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത ഗ്രന്ഥത്തിന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾക്ക് എന്താണോ നീ തന്നത് അത് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഖുർആൻ ചിലപ്പോൾ സത്യമൊക്കെ ആയിരിക്കും, പക്ഷെ അത് ഞങ്ങൾക്ക് വേണ്ടി തന്നതല്ലല്ലോ, അല്ലെ, നീ അവർക്ക് കൊടുത്തതല്ലേ, ഞങ്ങൾക്ക് തന്നത് മാത്രം ഞങ്ങൾ താക്കുള്ളൂ. എന്തുകൊണ്ടാണ് അവരത് പറയുന്നത്? അവരുടെ അഹങ്കാരം, അല്ലെ, കാരണം അവര് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. അപ്പം അവർക്ക് സ്പെഷ്യൽ ഇൻവിറ്റേഷൻ വരണം, അവരിലേക്ക് തന്നെ ആളുകൾ അയച്ചിട്ട് അത് പഠിപ്പിച്ചു കൊടുത്താൽ ഞാൻ മാത്രമേ അവരെടുക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് പറയണ, നുഅ്മിനു ബിമാ ഉൻസില അലൈന, അത് ഞങ്ങൾക്ക് വന്ന ഒന്നല്ല, അത് അവർക്ക് പോയതാണ്, ഉമ്മിയായ ജനതയ്ക്ക് പോയതാണ്, ഞങ്ങൾ സ്പെഷ്യലാണ്, അതുകൊണ്ട് നമുക്ക് താല്പര്യമില്ല ഇത് എന്നല്ലേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയണ, വയക്ഫുറൂന അവർ അവിശ്വസിച്ചു, ബിമാ വറാഅഹു. ഓക്കെ, വറാ എന്ന് പറഞ്ഞാല് അതിന് ശേഷം വന്നത്. ഓക്കെ, അതിനപ്പുറത്തുള്ളത്, അതല്ലാത്തത് എന്തോ. ഓക്കെ, അല്ലാത്തത് എന്തോ വന്നു കഴിഞ്ഞപ്പം അവരെന്ത് ചെയ്തു? യ ആണ് വറാന്റെ റൂട്ട് ലെറ്റർ. അപ്പം അത് വന്നു കഴിഞ്ഞപ്പം അവര് നിഷേധിച്ചു, ഖുർആനെ അവര് നിഷേധിച്ചു. വഹുവൽ ഹഖ് അതാവട്ടെ സത്യമാണ് താനും, അല്ലെ, ഖുർആൻ ആണെങ്കിൽ അത് സത്യമാണ്. മുസദ്ദിഖൻ അത് സത്യപ്പെടുത്തുന്നതുമാണ്. നമ്മൾ മുമ്പ് കുറെ പ്രാവശ്യം കണ്ടിട്ടുള്ള വാക്കാണ് മുസദ്ദിഖൻ, അത് സത്യപ്പെടുത്തുന്നതുമാണ്. എന്തിന്? ലിമാ മഅഹും അവരുടെ കൂടെയുള്ളതിന്, അവരുടെ കയ്യിലുള്ള ഗ്രന്ഥത്തിന്, അല്ലെ, തൗറാത്തിനെ സത്യപ്പെടുത്തുന്നതുമാണ് ഖുർആൻ സത്യവുമാണ്, അൽ ഹക്കുമാണ്, പ്ലസ് എന്താണ്? മുസദ്ദിഖുമാണ്, അല്ലെ, അവരുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമാണ്. അപ്പം അവർക്കറിയാം ശരിക്കും ഇത് സ്വീകരിക്കണം എന്ന്, പക്ഷെ അവര് സ്വീകരിക്കൂല. എന്ത് പറഞ്ഞിട്ടാ സ്വീകരിക്കാതിരിക്കുന്നത്? ഞങ്ങൾക്ക് ഇറക്കിയത് വിശ്വസിക്കുള്ളൂ, അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, അങ്ങനെ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, അല്ലെ, നിങ്ങൾക്ക് ഇറക്കിയതിൽ വിശ്വസിക്കുന്നു പറയുന്നത് ശരിയാണെങ്കിൽ, കുൽ അവരോട് പറയുക, ഫലിമ പിന്നെ എന്തിനാണ്, പിന്നെ എന്തുകൊണ്ട്? ലിമ എന്ന് പറഞ്ഞാൽ ലീ പ്ലസ് മാ ആണ്. ഓക്കെ, ലീ പ്ലസ് മാ, ലീ എന്ന് വെച്ചാല് എന്തിനു വേണ്ടി എന്നുള്ള പോലെ, മാ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, വാട്ട് എന്നുള്ള അർത്ഥം. അപ്പം അത് രണ്ടും കൊണ്ട്, ഫോർ വാട്ട് എന്നുള്ള അർത്ഥത്തിലാണ് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ്? തഖ്തുലൂന നിങ്ങൾ
കൊന്നത്, നിങ്ങൾ അവർ കൊന്നിട്ടുണ്ടായിരുന്നു അല്ലെ, അംബിയ അള്ളാഹി, അള്ളാഹുവിന്റെ അംബിയാക്കൾ, അള്ളാഹുവിന്റെ നബിമാരെ. നബീന്റെ പ്ലൂരലാണ് അൻബിയ. റൂട്ട് നബ ഹംസ. നബ, നബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വൃത്താന്തം അല്ലെങ്കിൽ ഒരു വാർത്ത, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് നബ. നബി എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു വാർത്ത അറിയിക്കുന്ന ആൾ. അപ്പൊ നിങ്ങൾ പിന്നെ എന്തിനാണ് അള്ളാഹുവിന്റെ നബിമാരെ കൊന്നത്? അംബിയ അള്ളാഹി മിൻ ഖബൽ, ഇതിനു മുമ്പ് അല്ലെ. ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ അങ്ങനെ വിശ്വാസികളാണെങ്കിൽ. അപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ്, നിങ്ങളിലേക്ക് അയച്ചത് മാത്രമേ നിങ്ങൾ വിശ്വസിക്കുകയുള്ളൂ അല്ലെ. അത് വേറെ ആരിലേക്ക് അയച്ചൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഞങ്ങളിലേക്ക് അയച്ചത് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളിലേക്ക് അയച്ച നബിമാരെ നിങ്ങൾ എന്തിനാണ് കൊന്നത്, നിങ്ങൾ അവരിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ? സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് അയച്ചതിനെ വിശ്വസിക്കുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇല്ല, നിങ്ങൾ അതിലും വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് അയച്ച നബിമാരെ കൊല്ലൂലായിരുന്നു, കാരണം അവരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അയച്ചതാണല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം അത് വിശ്വാസമല്ല. അപ്പം നിങ്ങളുടെ ഈ ഒരു എക്സ്ക്യൂസ് അള്ളാഹു റിജക്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പം നിങ്ങൾ നിങ്ങളിലേക്ക് അയച്ചത് മാത്രമാണ് വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ശരിയല്ല, നിങ്ങൾ കളവാണ് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്നത് വെറും ഒരു എക്സ്ക്യൂസ് ആണ്. ഈ എക്സ്ക്യൂസ് ഒരിക്കലും സ്വീകാര്യവുമല്ല. ഈ ആയത്തിൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് വെച്ചാൽ, വിശ്വാസികളായി ആണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സത്യം സ്വീകരിച്ചേ മതിയാവും. അത് ആര് പറഞ്ഞു എന്നുള്ളതല്ല അല്ലെ. നമ്മളിൽ പെട്ട ആൾക്കാർ, ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ചിലർ ചില മദ്ഹബുകളിൽ ഒക്കെ ഇന്ന മദ്ഹബിന്റെ ആളുകളാണ്. എനിക്കൊന്ന് നമ്മളെ ഒരു കോമൺ അറ്റ്ലീസ്റ്റ് കേരളത്തിൽ, ഈവൻ എനിക്കൊന്ന് നോർത്തിലേക്ക് വരുമ്പം ഈ മദ്ഹബ് കോൺസെപ്റ്റ് ഭയങ്കര കുറവാണ് അല്ലെ. അപ്പം ഇന്ന മദ്ഹബ് പറയുന്നതേ കേൾക്കുള്ളൂ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പം ഇന്ന ഗ്രൂപ്പിന്റെ ആൾക്കാരാണ് നമ്മൾ ഇതാണ് സുന്നിയാണ്, മുജാഹിദാണ്, വിസ്ഡമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അവര് പറയുന്നത് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത്, എന്നെ ഒരു ഹനഫി ആക്കിയിട്ടാണ് വളർത്തിയിട്ടുള്ളത്, എന്നെ ഒരു ഷാഫി ആക്കിയിട്ടാണ് വളർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്റെ ഉമ്മ എന്നെ ഇതാണ് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ എന്റെ ടീച്ചർ എന്നെ ഇതാ പഠിപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ മാറൂല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കില്ല. നമ്മളോട് ആരാണോ പറഞ്ഞത് അല്ലെ, പറയുന്നത് ആരാന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ ഇന്ന കിതാബുകൾ മാത്രമേ നമ്മൾ ഫോളോ ചെയ്യുള്ളൂ. ശരിയാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ നിസ്കരിക്കുമ്പോൾ ഏതെങ്കിലും നിസ്കാരത്തിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് അത് ചെയ്യുന്നത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടെന്ന് നമ്മളടുത്ത് ഒരാൾ വന്ന് പറയുകയാണെങ്കിൽ, ശരിയാണ്, ഹദീസൊക്കെ ഉണ്ടാവുമായിരിക്കും, തെളിവൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഞാൻ ഇങ്ങനെയാ പഠിച്ചത്, നമ്മളെ ഇങ്ങനെയാ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന ഗ്രൂപ്പിന്റെ ആളുകളാണ്, അല്ലെങ്കിൽ ഇന്ന മദ്ഹബിന്റെ ആളുകളാണ്, അതുകൊണ്ട് ഞാൻ അത് തന്നെ ചെയ്യുള്ളൂ, അത് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നില്ല അല്ലെ. പക്ഷെ ദീൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, മദ്ഹബോ ഗ്രൂപ്പോ ഒന്നും അല്ല ഫോളോ ചെയ്യേണ്ടത്, സത്യം ആണ് ഫോളോ ചെയ്യേണ്ടത്, തെളിവുകളാണ് ഫോളോ ചെയ്യേണ്ടത്, ആധികാരികതയാണ് ഫോളോ ചെയ്യേണ്ടത്. സുബ്ഹാനല്ലാഹ്. സത്യം പറയുകയാണെങ്കിൽ സത്യം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ക്ലിയർ ആണ്. നമ്മളിലേക്ക് സത്യം ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, ശരിയായത് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ അത് ഭയങ്കര ക്ലിയർ ആണ്, പ്ലെയിൻ ആണ്, സമാധാനം തരുന്നതാണ് സത്യം. സുബ്ഹാനല്ലാഹ്. അതിലേക്ക് നിന്ന് നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിൽ എന്താവും, ഒരു മനസ്സമാധാനക്കേട് തുടങ്ങും. ഓക്കെ, ഒരു ശരി കണ്ടിട്ട് നമ്മൾ അത് സ്വീകരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ അതിന് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ്, നമ്മുടെ മനസ്സിന് ആകെ കൂടെ ഒരു ആകുലതയും സമാധാനക്കേടും ഒക്കെ. അപ്പൊ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയർ ആണ്, പ്ലെയിൻ ആണ്. ഇനി അഥവാ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ അതിന്റെ ആധികാരികത പോയി നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതുമാണ്. എന്ത് തന്നെ ആണെങ്കിലും നമ്മളത് സ്വീകരിച്ചേ മതിയാവൂ. നമുക്ക് ഇത് ഈ ഗ്രൂപ്പിൽ നിന്നല്ല, ഈ മദ്ഹബിൽ നിന്നല്ല, ഈ ടീച്ചർ ഇതല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ഒഴിവാക്കാൻ പറ്റൂല. അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു കാര്യം നമ്മളടുത്ത് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഖുർആനിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, സത്യമല്ല എന്ന് മനസ്സിലായിട്ടില്ല എന്ന് പോലും നമ്മൾ പറയുകയാണെങ്കിൽ അത് നമുക്ക് പുറത്തേ പറയാൻ പറ്റുള്ളൂ. നമ്മളുടെ ഉള്ളിലുള്ളത് കാണുന്നത് റബ്ബാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ കോപത്തിന്റെ മേൽ കോപത്തില് നമ്മൾ മടങ്ങേണ്ടി വരും. അപ്പൊ നമ്മൾ അത്രയും റിജിഡ് ആയിട്ട് ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹ് നമ്മുടെ ദീൻ ഫോളോ ചെയ്യൂല, അല്ലെങ്കിൽ ആ കാര്യം ഞാൻ ഫോളോ ചെയ്യൂല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പാണെന്നോ ആരെങ്കിലും പഠിപ്പിച്ചെന്നോ അല്ലെങ്കിൽ ഇന്ന കിതാബാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സ്വഹാബാക്കള് അവരങ്ങനെ പ്രത്യേകിച്ച് ഒരു മദ്ഹബുകളല്ല ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്, കിതാബുകളല്ല അവർ ഫോളോ ചെയ്തത്. അവരുടെ റിലീജിയൻ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞു കൊടുത്തത്, അല്ലെ ഖുർആൻ എന്തായിരുന്നു, സുന്നത്ത് എന്തായിരുന്നു, അതാണ് അവരുടെ മദ്ഹബ്. അവരുടെ ഇമാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അപ്പൊ നമ്മളുടെ ഇമാമം ആരായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരിക്കണം അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് എന്താണോ കമാൻഡ് ചെയ്തത് അത് നമ്മൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്.
അതിനുശേഷം വന്നവരൊക്കെ ഇമാമുകൾ നമ്മളെ സഹായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി സഹായിച്ചിട്ടുള്ളവരാണ് പല ഇമാമുകളും, പല ഗ്രന്ഥകർത്താക്കന്മാരും, പല പണ്ഡിതന്മാരും. ഇന്നും പണ്ഡിതന്മാരുണ്ടാവുന്നുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഖുർആൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കി തരാൻ ഉള്ളവരാണ്. അല്ലാതെ അവര് പറയുന്നതാ നമ്മൾ ഫോളോ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, അത് തെറ്റാണ്. നമ്മളുടെ ഇമാമ് ഇപ്പോഴും ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. കാരണം ഇതായിരുന്നു ബനു ഇസ്രായേലിന്റെ പ്രോബ്ലം അല്ലെ. അവർക്ക് ഭയങ്കര അഭിമാനം, ഭയങ്കര അഹങ്കാരമായിരുന്നു അവർ ഏത് ഗ്രൂപ്പിന്റെ ആളുകളാണെന്നുള്ളത് അല്ലെ. നമ്മൾ സ്പെഷ്യൽ ടീമാണ്, നമ്മൾ സ്പെഷ്യൽ ആൾക്കാരാണ്, അതുകൊണ്ട് അവർ ബാക്കിയുള്ളവരെയൊക്കെ ഒരു അവരൊരു ലോ ക്ലാസ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ലോ ക്ലാസ് ആൾക്കാരിൽ നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കൂല അല്ലെ. നമുക്ക് ഇന്ന ആളിൽ നിന്ന് തന്നെ വരണം സത്യം വരാൻ, അല്ലാണ്ട് സത്യമായിക്കോട്ടോ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ചിലപ്പോൾ ഖുർആൻ സത്യമൊക്കെ ആയിരിക്കും, മുസദ്ദിഖനായിരിക്കും, ഹക്കായിരിക്കും, അതൊന്നും നമുക്കൊരു വിഷയമല്ല. ഇത് ഇന്ന ആളിൽ നിന്ന് വന്നതാണ്, ഇത്തിരി ചീപ്പാണ്. സുബ്ഹാനല്ലാഹ്. അവരുടെ കണ്ണിൽ അൺലെറ്റേർഡ് ആണ് അല്ലെ, നിരക്ഷരരായ ആൾക്കാരെ മുമ്പ് കയ്യിൽ നിന്ന് വന്നതുകൊണ്ട് അവർക്കത് വേണ്ട. എന്നിട്ട് അവര് പറയാണ് ഞങ്ങളുടെ ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ കൗമിൽ നിന്ന് വന്നാണെങ്കിൽ നമ്മൾ സ്വീകരിക്കാം. പക്ഷെ അതും കളവായിരുന്നു. സുബ്ഹാനല്ലാഹ്. കാരണം അതും അവര് സ്വീകരിച്ചിട്ടില്ല. നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുക, നമ്മളുടെ അവസ്ഥ എന്താണ്, ഖുർആൻ നമ്മളോട് എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെ സ്വീകരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആര് പറഞ്ഞോന്നോ എന്ത് പറഞ്ഞോന്നോ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സത്യമാണെന്ന് നമ്മളുടെ കണ്ണിന് മുമ്പിൽ തെളിഞ്ഞ കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ടോ? ഇത് സത്യമല്ലേന്ന് നമുക്ക് സംശയം വരുമ്പോൾ അതിന്റെ തെളിവുകൾ നോക്കിയിട്ട് നമ്മൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? സുബ്ഹാനല്ലാഹ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹം വെറും അനുഗ്രഹമല്ല, ഫദ്ലാണ് അല്ലെ. അള്ളാഹുവിന്റെ ഫദ്ലാണ് ഖുർആൻ. അള്ളാഹു തരാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഭൂമിയിൽ കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ ഫദ്ലിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ച അള്ളാഹുവിന്റെ അബ്ദുകൾക്ക് അള്ളാഹു കൊടുത്തതാണ് ഖുർആൻ അല്ലെ. വേറൊരു കൂട്ടരിൽ നിന്ന് എടുത്തിട്ട് അള്ളാഹു കൊടുത്തതാണ് ഖുർആൻ. ഇതേ കാര്യം അള്ളാഹ്ക്ക് ഇപ്പൊ നമ്മളിൽ നിന്ന് എടുത്ത് വേറൊരു കൂട്ടർക്ക് കൊടുക്കാൻ ഒരു പ്രയാസവും ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കിട്ടിയ കാര്യം നമ്മൾ അതുകൊണ്ട് അഹങ്കരിച്ചിരുന്നിട്ട് അല്ലെ, അതിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ, വേണ്ട രീതിയിൽ യൂസ് ചെയ്യാതെ, വേണ്ട രീതിയിൽ ജീവിതത്തിൽ കൊണ്ടുവരാതെ, നമ്മൾ ഭയങ്കര സംഭവമാണ്, നമ്മൾ ഇതിന്റെ ആൾക്കാരാണെന്ന് അഹങ്കരിച്ചിരിക്കുമ്പോൾ നമ്മൾ നനച്ചിരിക്കാതെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അത് ഒരു കൂട്ടരിൽ നിന്ന് വേറൊരു കൂട്ടരിലേക്ക് എടുത്തു കൊടുക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. അപ്പം സത്യം വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുക, ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക, സഹായത്തിന് വേണ്ടി റബ്ബിനോട് തേടിക്കൊണ്ടേയിരിക്കുക. കാരണം പലതും ചിലപ്പോൾ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളിൽ പ്രയാസമായിരിക്കും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ വരുമ്പോൾ പല കാര്യങ്ങളും. കാരണം നമ്മൾ ഇത്രയും ഒരു 1091 ആയത്തുകൾ പഠിച്ചതിനിടയ്ക്ക് പലതും നമ്മൾ പഠിച്ചു അല്ലെ. ചിലതൊക്കെ നമുക്ക് ഇപ്പോഴും പ്രയാസമാണ്. റബ്ബിന്റെ അടുത്ത് സഹായത്തിന് തേടിക്കൊണ്ടേയിരിക്കുക, അതിനെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാം, മാറ്റം വരുത്തേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാം. അത് സത്യമാണ്, അത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്, ഹക്കാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമുക്ക് ചിലപ്പോൾ നമ്മളെ മക്കൾ പോലും ചില കാര്യങ്ങൾ തിരുത്തുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അതെങ്ങനെ നീ അത് തിരുത്തുക? ചിലപ്പോൾ അവർ പറയുന്നത് ഹക്കായിരിക്കും, അവരുടെ ക്ലാസ് എവിടെയെങ്കിലും പഠിച്ചതോ അല്ലെ വായിച്ചതോ ഒക്കെ ആയിരിക്കും. അവർ പറയുന്നത് ഹക്കാണെങ്കിൽ, അത് അവരാണ് പറയുന്നതെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹക്കാണെങ്കിൽ അത് നമ്മൾ സ്വീകരിച്ചേ മതിയാവും. അപ്പം നമ്മളുടെ ഉള്ളിൽ അങ്ങനെ അത്തരത്തിലുള്ള യാതൊരു അഹങ്കാരവും ആവശ്യമില്ല. ശരിക്കും സത്യം ഏറ്റവും ടുവേർഡ്സ് പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ ഞാൻ എന്നുള്ള ആ ഒരു സംഭവത്തിനെ പറിച്ചങ്ങോട്ട് കളയുക. പകരം അള്ളാഹു എന്താണോ പറഞ്ഞത് അതേ ഉള്ളൂ. ഓക്കെ, അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് എനിക്ക് ഒന്നും ഇല്ല. എല്ലാം നമ്മൾ മുഅബ്ബദ് അല്ലെ, ദില്ലാണ്, ദില്ലിലേക്ക് നമ്മൾ എത്തണം. ഏറ്റവും താഴ്ന്ന് ഏതറ്റം വരെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന അനുസരിക്കാൻ വേണ്ടി നമുക്ക് താഴാൻ പറ്റുമോ? ഏതറ്റം വരെ നമ്മളുടെ ഇഷ്ടങ്ങളെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുമോ? നമുക്ക് നമ്മൾ വന്നിരുന്ന കാര്യങ്ങളെ അള്ളാഹ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ നമ്മൾ ഒതുങ്ങി മുഅബ്ബദായിട്ടുള്ള, അതായത് മുഅബ്ബദിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു പുതിയ റോഡ് അല്ലെങ്കിൽ ഒരു പുതിയ വഴി വെട്ടിക്കഴിഞ്ഞാൽ അതിൽ കൂടെ ആളുകൾ നടന്ന് അതിങ്ങനെ പാകപ്പെട്ട് സെറ്റായിട്ട് അതൊരു വഴിയാവും. ആദ്യം ചിലപ്പോൾ അവിടെ പുല്ലുണ്ടായിട്ടുണ്ടായിരുന്നു, അതിലെ ആൾക്കാർ നടന്ന് അമർന്ന് അതൊരു പെർഫെക്റ്റ് വഴിയാവും. അതുപോലെ നമ്മൾ ഒതുങ്ങി അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾക്ക് മുമ്പിൽ ഒതുങ്ങി ഏറ്റവും ബെസ്റ്റ് അബ്ദായി മാറാന്നുള്ളതാണ് നമ്മളുടെ ആത്യന്തിക ലക്ഷ്യം. അള്ളാഹ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും രണ്ട് കൈ നീട്ടി അൽഹംദുലില്ലാഹ് സ്വീകരിക്കുക, ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, റബ്ബിന്റെ സഹായം തേടിക്കൊണ്ടിരിക്കുക. റബ്ബ് എളുപ്പമാക്കിയാൽ
ഒന്നും പ്രയാസമല്ല, എന്നെ കൊണ്ട് പറ്റും, റബ്ബിന്റെ സഹായത്തോടു കൂടി എന്നെ കൊണ്ട് പറ്റും എന്ന് നീയത്ത് വെക്കുക. വേറെ ഒന്നും നമുക്ക് ഒരു തടസ്സമല്ല. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല. അള്ളാഹു എളുപ്പമാക്കിയതല്ലാതെ ഒന്നും എളുപ്പമില്ല അല്ലേ? അപ്പൊ അള്ളാഹു എളുപ്പമാക്കി കഴിഞ്ഞാൽ ഇത് എളുപ്പമായി. അവർ റബ്ബിന്റെ സഹായം തേടിക്കൊണ്ടിരിക്കുക, സീരിയസ് ആക്കി എടുക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടി എന്ത് സ്റ്റെപ്പ് എടുക്കണമെങ്കിലും എടുക്കുക. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന എല്ലാ കൽപ്പനകളൊന്നും ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയതായി കൊണ്ടുവരേണ്ടതാവില്ല. പലതും നമ്മൾ ഓൾറെഡി ചെയ്യുന്നതായിരിക്കാം. ചിലത് നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും, പുതിയതായിട്ട് കൊണ്ടുവരേണ്ടതായിരിക്കും. പക്ഷെ അപ്പോഴും അള്ളാഹ് ഇത് എനിക്ക് പറ്റൂല എന്നല്ല പറയേണ്ടത്. അള്ളാഹ് നിന്റെ കൽപ്പനയാണത്, നിന്റെ സഹായത്തോടു കൂടി എനിക്കിത് ചെയ്യാൻ പറ്റും, നീ എന്നെ സഹായിക്കും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹു അത്തരത്തിൽ അള്ളാഹുവിനെ ഏറ്റവും തൃപ്തരായിട്ടുള്ള അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറട്ടെ. നമ്മളുടെ ഉള്ളിലുള്ള അഹം എന്നുള്ള ഒരു ഭാവം, ഞാൻ എന്നുള്ള ഒരു ഭാവം എടുത്ത് കംപ്ലീറ്റ് വലിച്ചെറിഞ്ഞിട്ട് അള്ള പറയുന്ന പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര എളുപ്പമാണ് സത്യം പറയുകയാണെങ്കിൽ, അതേ ഉള്ളൂ എളുപ്പം. ബാക്കി നമ്മൾ മനുഷ്യന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും അത് ഭയങ്കര പ്രയാസം. കാരണം നമുക്ക് അങ്ങോട്ട് എത്തൂല. കാരണം ഓരോ മനുഷ്യന്റെ ആവശ്യങ്ങൾ ഓരോന്നാണ്, ഓരോ മനുഷ്യന്റെ ഇഷ്ടങ്ങൾ ഓരോന്നാണ്. അവരെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നത് ഓരോ കാര്യങ്ങളാണ്. നമ്മൾ ഒരാളെ തൃപ്തിപ്പെടുത്താൻ പോകുമ്പോൾ മറ്റേ ആളത് പൊളിയും, വേറൊരാളെ തൃപ്തിപ്പെടുത്താൻ പോകുമ്പോൾ ഇത് പൊളിയും. പക്ഷെ അപ്പം എന്നിട്ട് നമുക്ക് സങ്കടം ബാക്കിയായിരിക്കും. പക്ഷെ നമ്മൾ അള്ളാഹിനെ മാത്രം തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് അത് എളുപ്പമാക്കി തരുകയും ചെയ്യും. മറ്റേതൊന്നും നമുക്കൊരു വിഷയം അല്ലാണ്ടാക്കി മാറ്റുകയും ചെയ്യും. അള്ളാഹു അത്തരത്തിൽ അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള അടിമകളായിട്ട് അള്ളാഹുലേക്ക് മടങ്ങി ചെല്ലുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشو ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.